ആളുകൾക്ക് ലഭിക്കുന്ന ഭാഗ്യമാണല്ലേ. അങ്ങനെ ഒരു ഭാഗ്യം കിട്ടിയ നാട്ടിൻ പുറത്തുകാരിയുണ്ട് പാലക്കാട് കൊപ്പത്ത്. സിനിമാ ഷൂട്ടിംഗ് കാണാൻ പോയി ആ സൂപ്പർ ഹിറ്റ് സിനിമയുടെ ഭാഗമാകാൻ കഴിഞ്ഞതിൻ്റെ നല്ല ഓർമ്മകളിലാണ് കൊപ്പം സ്വദേശി സവിത. വർഷങ്ങൾക്ക് മുൻപിറങ്ങിയ ഒരു സിനിമയിലെ സെക്കൻഡുകൾ മാത്രം നീണ്ടു നിൽക്കുന്ന കഥാപാത്രത്തിൻ്റെ പേരിൽ വർഷങ്ങൾ കഴിഞ്ഞിപ്പോഴും ആളുകൾ തിരിച്ചറിയുക, അവർക്ക് സ്വീകാര്യത കിട്ടുക എന്ന് പറയുന്നത് വളരെ ചുരുക്കം ആളുകൾക്ക് കിട്ടുന്ന ഒരു ഭാഗ്യവും അവസരവുമാണ്. അങ്ങനെ ഒരു ഭാഗ്യം കിട്ടിയ ആളാണ് പാലക്കാട് കൊപ്പം സ്വദേശിനിയായിട്ടുള്ള സവിത. അപ്പോൾ ചേച്ചി, ആ സിനിമയിലെ വളരെ സെക്കൻഡുകൾ മാത്രം നീണ്ടു നിൽക്കുന്ന ഒരു സീന് എങ്ങനെയാണ് സത്യത്തിൽ അത് സംഭവിച്ചത്? നിങ്ങളൊരു നടിയാവാൻ വേണ്ടി തയ്യാറെടുത്ത് പോയതാണോ? അല്ല, ഒരിക്കലും അല്ല. ഞങ്ങൾ സ്ഥിരം പോണതാണ്. ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് എല്ലാ ദിവസവും ഉണ്ടാവണതാണ് ഷൂട്ടിങ്. അപ്പം അങ്ങനെ ഷൂട്ടിങ് കാണാനും പിന്നെ അവിടെ കുറച്ച് ഏജായ ഒരു അച്ഛനും അമ്മയുണ്ട്, അവരുടെ അടുത്തേക്കും സ്ഥിരം സ്കൂളിട്ട് വന്നാൽ പോണതാ വൈകുന്നേരം. അങ്ങനെ അവർക്കൊരു കഥാപാത്രത്തെ ആവശ്യം വന്നപ്പോൾ ചേച്ചിയെ സമീപിച്ചു അല്ലേ? അതാണ് ഉണ്ടായത്. അപ്പോൾ അവര് ആദ്യം ചോദിച്ചപ്പോൾ ഇല്ല പറഞ്ഞു. പിന്നെ അവരുടെ ഒരു നിർബന്ധത്തിൽ വഴുകിയിട്ട് പോയതാണ്. പക്ഷെ ഇത്രയും വലിയൊരു ഇതായി മാറുന്നു ഞാൻ വിചാരിച്ചിട്ടുണ്ട്. ചേച്ചിയോട് എന്താ പറഞ്ഞത്? ജഗതിയൊക്കെ പെണ്ണാണാൻ വരുന്ന ഒരു സീനാണെന്നാണോ പറഞ്ഞത്? ഒന്നും പറഞ്ഞിട്ടില്ല. അവരെന്താണ് സീനെന്ന് ഒന്നും പറഞ്ഞില്ല. ഇങ്ങനെ അഭിനയിക്കാൻ ഒരു കുട്ടി വേണം എന്നുള്ളത് പറഞ്ഞു. അപ്പോൾ അവര് കണ്ടപ്പോൾ തന്നെ പറഞ്ഞു, ഈ ഒരു കഥാപാത്രമല്ല, ഈ ഒരു കുട്ടിക്ക് വേണ്ട കഥാപാത്രമല്ല, അത് കുറച്ച് ഏജായ ആളാണ് വേണ്ടത് എന്ന് പറഞ്ഞു. പിന്നെ അപ്പോൾ ഒപ്പമുള്ള അവർ അച്ഛനും അമ്മയും പറഞ്ഞു, അതൊക്കെ ഇപ്പം ഇങ്ങടയിലില്ല, അതിനുള്ള അതൊക്കെ ചെയ്യാനുള്ളത്. അപ്പം അങ്ങനെയാണ്ട് ചെയ്തിട്ട് അവളെ കൊണ്ട് കുറച്ച് ഏജുള്ള മാതിരി ആക്കിയാൽ മതി, അവളെ തന്നെ എടുത്തോളം കൊണ്ടുപോകും. അന്ന് എത്രയായിരുന്നു പ്രായം? അന്ന് 10ാം ക്ലാസ് ഒക്കെ കഴിഞ്ഞിട്ട് നിൽക്കും. ഒരു 10-16 വയസ്സൊക്കെ കാണുള്ളൂ അന്ന്. ഇപ്പം എത്ര വയസ്സായി? ഇപ്പം 48. അത്രയും വർഷങ്ങൾക്ക് മുൻപാണ് അത് ചെയ്തത് അല്ലേ? ഓക്കെ. ഇതിപ്പോൾ എങ്ങനെ ഇത്രയും വർഷം കഴിഞ്ഞിട്ട് ഇതൊന്ന് പൊന്തി വന്നത് എങ്ങനെയാണ്? ആളുകൾക്ക് ആ കഥാപാത്രം മനസ്സിലുണ്ടെങ്കിലും ചേച്ചിയുടെ ഒരു ചിത്രം അടക്കം പുറത്ത് വന്നപ്പോഴാണ് ആളുകൾക്ക് ഒന്നുകൂടെ അത് ഓർമ്മ വന്നത്. അതെങ്ങനെയായിരുന്നു? അത് ഞാൻ ബാങ്കിൽ വർക്ക് ചെയ്തിരുന്നു, പട്ടാമ്പി IDBIയിൽ. അപ്പോൾ അവിടെ എൻ്റെ കൂടെ ഒരു സാറ് വർക്ക് ചെയ്തിരുന്നു. അപ്പോൾ ആ സാറ് തിരക്കഥാകൃത്താണ്. അപ്പോൾ സാറിൻ്റെ സിനിമയിലേക്ക് വിളിച്ചപ്പോൾ ഞാൻ പോയില്ല. അപ്പോൾ സാറ് പറഞ്ഞു, അങ്ങനെ ഇപ്പോൾ സിനിമയിൽ അഭിനയിച്ച് മുണ്ടാണ്ടി എന്നിട്ട് കാര്യമില്ല, എല്ലാവരും ഞാൻ അറിയിക്കും പറഞ്ഞിട്ട് സാറാണ് ആദ്യം എടുത്തിട്ടത് ഫേസ്ബുക്കിലിട്ടത്. അന്നത്തെ ആ സിനിമയിലെ ഒരു അനിയത്തിയെ കാണിക്കുന്നു, ചേച്ചിയെ കാണിക്കുന്നു. അപ്പം അന്നൊരു വിഷമം തോന്നിയിരുന്നു സിനിമ തിയേറ്ററിൽ കണ്ട സമയത്ത്? അല്ല, അന്ന് അതിനെ പറ്റിയിട്ടൊന്നും ഒന്നില്ലല്ലോ. എന്താണത്, ആ കഥാപാത്രം എന്താന്നുള്ളത് ഇപ്പോൾ ഓരോരുത്തരിങ്ങനെ പറയുമ്പോഴാണ് ആ കഥാപാത്രം എന്താന്നുള്ളത് നമുക്ക്. ഇപ്പോൾ ആ മൊമെന്റിനെ പറ്റി ആലോചിക്കുമ്പോൾ എന്താ തോന്നുന്നത്? സന്തോഷമുണ്ട്, കുഴപ്പമൊന്നുമില്ല, നല്ല സീനല്ലേ. അതിലെല്ലാവരും കാണാൻ, മറ്റു താരങ്ങളെയൊക്കെ കാണാനും സംസാരിക്കാനൊക്കെ പറ്റി? ഉണ്ട്. അത് മുന്നേ ഒരു പരിചയമുണ്ട്. അവിടെ ഷൂട്ടിംഗ് ഉള്ള സ്ഥലമാണ്, 2 വീടും ഷൂട്ടിങ്ങിൻ്റെ സ്ഥലമാണ്. ഇപ്പോൾ രാവിലെ നീട്ട് കഴിഞ്ഞാൽ പണികളൊക്കെ ഒരുങ്ങി ഷൂട്ടിംഗ് കാണാൻ പോകുക എന്നുള്ളൊരു അന്നത്തെ പണി അതായിരുന്നു. അപ്പോൾ എന്തായാലും സവിത ചേച്ചിക്ക് ഇനിയിപ്പോൾ കുറേ സിനിമകളിൽ അഭിനയിച്ച് അങ്ങനെ പേരെടുക്കാനുള്ള താല്പര്യമൊന്നുമില്ല. അവർ ചെയ്ത ആ സിനിമയിലെ ഒരേ ഒരു സിനിമയിലെ ആ കുഞ്ഞു സീനിലൂടെ തന്നെ വേണ്ട അഭിനന്ദനങ്ങളും ആളുകളുടെ സ്നേഹമൊക്കെ അവർക്ക് ലഭിച്ചിട്ടുണ്ട്. എന്തായാലും ഇതിപ്പോൾ വീണ്ടും ഇങ്ങനെ പൊന്തി വന്നതിൽ അവർക്ക് വലിയ സന്തോഷമാണ് എന്നുള്ള കാര്യമാണ് നമ്മളായിട്ട് പങ്കുവച്ചത്. രാജീവ് സുദേവനൊപ്പം പട്ടാമ്പിയിൽ നിന്ന് നിഖിൽ പ്രമേഷ്, 24. മേലെപ്പറമ്പിലാണ് വീട്. ആ സിനിമ കണ്ടിട്ടുള്ളവർക്കൊക്കെ ആ ചേച്ചി എന്തായാലും ഓർമ്മയുണ്ടാവും. ആ ഒറ്റ സീനിലും ചേച്ചി ഭയങ്കര ക്ലിക്കായല്ലേ. നമുക്ക് എപ്പോഴും ആ മുഖം മനസ്സിൽ ഇങ്ങനെ ഓർമ്മ വരും. പറഞ്ഞു ശരി, ഡയലോഗ് ഒന്നും ഇല്ലെങ്കിൽ പോലും. അല്ല, ആ ചേച്ചിയുടെ ഫസ്റ്റ് പറഞ്ഞ പോലെ ആ ചേച്ചിയുടെ ഫസ്റ്റ് ആ ഷോട്ട് കണ്ടപ്പോൾ തന്നെ ആളുകൾ കമന്റ് ചെയ്യുന്നു, മേലെപ്പറമ്പിലാണ് വീട് അഭിനയിച്ച ആളാണെന്ന്. അപ്പൊ ഇപ്പൊ ഒന്നും കൂടെ ഹിറ്റായി തോന്നുന്നില്ല. അതിന്റെ ഇങ്ങനെ ചെറിയ ഷോർട്സ് യൂട്യൂബിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ വൈറലാണെന്ന് തോന്നുന്നു.